നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നും അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്നും അവരെവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള 3 കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ്. ഇതിലെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ആ വ്യക്തി, അതായത് നിങ്ങൾ വളരെ അനുകമ്പയും സഹാനുഭൂതിയും സാഹചര്യങ്ങളോട് ഐക്യം, സൗന്ദര്യമൊക്കെ നിലനിർത്താൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ പ്രായോഗിക കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു മനോഭാവമാണ്. ഇവിടെ ഒരു നദി കടക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതാണെങ്കിലും ഒരു വേഗത കുറവാണ്. കുറച്ച് ഒരാശയക്കുഴപ്പമുണ്ടോ, കുറച്ച് അങ്ങനത്തെ കുറച്ച് മാനസികമായിട്ട് അത്ര ഒരു ഉഷാറിലല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് നിങ്ങളുടെ സെൻസിറ്റീവായ കാര്യങ്ങളുടെ ഒരു അതിനെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സെൻസിറ്റീവായ കാര്യങ്ങളുടെ ആ വശം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സ്വന്തം അവബോധത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനും ഈ കപ്പുകൾ നിങ്ങളെ, ഈ ഒരു കാർഡ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഇന്ന് ഉണ്ടെന്ന് പറയുന്നു. അതായത് ഒരു സാമ്പത്തിക സ്ഥിരതയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്കുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. അതൊരു പക്ഷേ പുതിയൊരു ആശയം തുടങ്ങുന്നതിനെ പറ്റിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങളിൽ കുറേയും കൂടെ മെച്ചപ്പെട്ട വരുമാനം സ്രോതസ്സുകൾ തുറന്നു വരുന്നതിൻ്റെ ആവാം. ബിസിനസ്സിലാണെങ്കിൽ പുതിയ വളർച്ചയുടെ ഘട്ടം, അതല്ലെങ്കിൽ നിലവിൽ ജോലിയുള്ളവർക്കാണെങ്കിൽ ഒരു പ്രൊമോഷനോ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു തുടക്കം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഇത് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ ആ വരുന്ന സാഹചര്യത്തെ സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള എനർജി കൊടുത്ത് വേണം പ്രവർത്തിക്കാനായിട്ട്. ഇപ്പോൾ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ആണെങ്കിൽ പുതിയ രീതികളിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ ചെറുതണം. ഈ ഒരു നിരാശാഭാവം അല്ലെങ്കിൽ കുറച്ചൊരു സാവധാനം എന്നുള്ളത് മാറിയിട്ട് കുറച്ച് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നിങ്ങൾക്ക് ഈ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ കരുതലോടെ ശ്രദ്ധാപൂർവം, അത് കുടുംബത്തിന് വേണ്ടിയോ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ വളരെ ഒരു പ്രൊവൈഡറായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നല്ല സാമ്പത്തികം പ്രൊവൈഡ് ചെയ്യുന്നതും അവരെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതും വളരെ കരുതലോടെ ശ്രദ്ധിക്കാനുമുള്ള അതിന് അത്രയും നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള പ്രാപ്തിയുള്ള നിലയിലേക്ക് നിങ്ങൾ ഉയരും. ഇതാണ് ഇന്നത്തെ റീഡിംഗ് മൊത്തത്തിൽ